ഹലോ ഗേസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പാർട്ട് 2 വരുമെന്ന്. അപ്പം കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും നമ്മളിത് ആ പാർട്ട് 2 എത്തി നിൽക്കുന്നത് നമ്മുടെ വയനാട്ടിലാണ് കേട്ടോ. വയനാട്ടിൽ ചുരത്തിൽ കൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകിച്ച് പറയൊന്നും വേണ്ട, കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും വയനാടാണെന്ന്. അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ ഷിബിലയുടെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്നുള്ള യാത്രയായിരുന്നു, മുന്നേ പ്ലാൻ ചെയ്തിട്ടൊന്നുള്ള യാത്രയായിരുന്നില്ല. പെട്ടെന്ന് തീരുമാനിച്ച് പോയി. അപ്പോൾ അതെന്തായാലും ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. അപ്പോൾ ഷിബിലയുടെ അമ്മയുടെ അനിയത്തിയുടെ വീടിനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും നമുക്ക് ഈ വീഡിയോയിൽ പറയാതിരിക്കാൻ വയ്യ. രണ്ടും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സൂപ്പറായിരുന്നു കേട്ടോ. കാരണം അവർ തന്ന സ്നേഹവും കെയറിങ്ങും നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നമ്മളിതാ ഷിബിലയുടെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം വീട്ടിൽ നിന്ന് നമ്മൾ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീൽസിലൊക്കെ നമ്മളോടൊപ്പം സഹകരിച്ചുകൊണ്ട് ഷിബിലയുടെ അമ്മയുടെ അനിയത്തിയും ഭർത്താവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ റീൽസൊക്കെയാണ് എടുത്തുകൊണ്ട്, അതിലെ ചെറിയ ഭാഗങ്ങളാണിത്. അപ്പോൾ നമ്മൾ 2-3 റീൽസൊക്കെ അവിടെ നിന്ന് എടുത്ത് നമ്മൾ ശേഷം പോകുന്നത് നമ്മുടെ ബോർഡറിലേക്കാണ് കേട്ടോ. ബോർഡർ എന്ന് പറയുമ്പോൾ നമ്മളെ കേരളം ഈ നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരു പുഴ കാണുന്നുണ്ടാവും. ആ പുഴ മുറിച്ച് കിടന്നാൽ നമ്മൾ കർണാടകയിലെത്തി ഗൈസ്. അപ്പോൾ നമ്മളിതാ അക്കരെ പോകുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ, പേടിയുള്ള ആളുകളൊക്കെ ഇപ്പുറത്ത് നിന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് എന്ത് തന്നെയായാലും കർണാടകയിലൊന്ന് പോയി വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്താ പറയുക ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മളിതാ തൂണിലേക്ക് കയറാനുള്ള തത്രപ്പാടിലാണ് ഗേസ്. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് കാണുന്നത് അതാണ് നമ്മൾ ഈ സ്ഥലത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ കർണാടക എന്ന് നമ്മൾ പറയുമ്പോൾ ബോർഡർ ആണെങ്കിലും ആ സ്ഥലമാണ് ഗേസ് നമ്മുടെ വിഭീഷയുടെ പാട്ടൊക്കെ പാടുന്ന അടിച്ച് പൊളിക്കുക കേട്ടോ. കാരണം ഈ പേടിയില്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ഈ തോണിയിലുള്ള യാത്ര വളരെ അടിച്ച് പൊളിക്കാം, നല്ലോണം ആസ്വദിച്ച് തന്നെ അവർക്ക് യാത്ര ചെയ്യാം. പക്ഷേ പേടിയുള്ള ഇന്നെപ്പോലെയുള്ള ആളുകൾക്ക് ഗേസ് എന്താ പറയുക, ഒരു അത്രയും മുള്ളുമ്മിലിരിക്കുന്ന പോലെയായിരുന്നു അക്കരെ എത്തുന്നവരെ ഞങ്ങൾ ഇരുന്നിരുന്നത്. എന്തായാലും ഓപ്പോസിറ്റ് നമ്മൾ കാണുന്ന സ്ഥലം, ഇറങ്ങാൻ പോകുന്ന സ്ഥലം നമ്മുടെ മിന്നൽ മുരളി സിനിമ ഷൂട്ട് ചെയ്ത പ്ലേസാണ് കേട്ടോ. അതാണ് ആ സ്ഥലത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നല്ലൊരു ഗ്രൗണ്ട്, മൈതാനം പോലത്തെ സ്ഥലത്തെത്തി. അവിടെ നമ്മുടെ ആദിയുടെ അഭ്യാസമൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ നമ്മളിതാ നല്ല പൊരിഞ്ഞ വെയിലാണ് ഗേസ്. ഈ വെയിൽ കൊണ്ടാണ് നമ്മൾ കർണാടക കൂടി ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഈ കാര്യമായിട്ട് നമ്മൾ ഈ എന്താ പറയുക, ഈ മിന്നൽ മുരളിയുടെ ഷൂട്ട് ചെയ്ത പല ഭാഗങ്ങൾ, അവിടെ കത്തിയ കട ഒക്കെ ഉണ്ട്. അത് നമുക്ക് കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. അതൊക്കെ നമുക്ക് വിഭീഷായിട്ട് അങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പൊരിഞ്ഞ വെയിലും കൊണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചപ്പുറം നല്ലൊരു പ്ലേസ് ഉണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാനും റീൽസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഇതിൽ കാണാം. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തുനിന്ന് പ്ലാൻ ചെയ്യുകയാണ്, എന്താണ് റീൽസ് വേണോ ഫോട്ടോ വേണോ എന്നൊക്കെ ഉള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ മക്കളെ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ ഫോട്ടോകളൊക്കെ എടുത്തു കേട്ടോ. ഇവിടുന്ന് കാര്യമായിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ അതിൻ്റെ നമ്മൾ ഫോട്ടോ എടുക്കുന്നത് കുറച്ച് അപ്പുറമായിട്ട് അതിൻ്റെ ഷൂട്ട് ചെയ്ത വീടൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അത് കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളതെല്ലാം കണ്ടു. ശേഷം കടവത്ത് വന്ന സമയത്ത് മക്കളെല്ലാവരും കൂടി വെച്ച് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ നമ്മൾ ഈ മാക്സിമം ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചു. കാരണം എന്താ വെച്ചാൽ പിന്നീട് നമ്മൾ അവിടെ വന്നതും ആ സ്ഥലമൊക്കെ ഓർക്കും. നമ്മൾ ഈ ഫോട്ടോ കാണുമ്പോഴാണ് വീണ്ടും നമ്മൾ അവിടെ പോയൊക്കെ ഒരു ഓർമ്മ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരിക. അപ്പോൾ നമ്മുടെ മക്കൾ നമ്മൾ എങ്ങനെയാണ് ഗൈസിനോട് പറയേണ്ടതെന്നൊക്കെ നമ്മളെ പരിചയപ്പെടുത്തി തരികയാണ് കേട്ടോ. അപ്പോൾ ശേഷം നമ്മൾ കടവത്ത് നിന്ന് ഇറങ്ങി നടക്കുകയാണ് ഗൈസ്. അപ്പോൾ നല്ല വിശപ്പുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഹോട്ടലിൽ കയറി ബിരിയാണിയൊക്കെ അടിച്ച് എല്ലാവരും നല്ല വിശപ്പിലായിരുന്നു ഗൈസ്. അപ്പം എല്ലാവരും ബിരിയാണിയൊക്കെ അടിച്ച് വയറൊക്കെ നിറച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും ഈ ഒരു യാത്ര ആകസ്മികമായിട്ട് സംഭവിച്ചൊരു യാത്ര, നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ പെട്ടെന്നുള്ള ആ യാത്ര ഞങ്ങൾ മാക്സിമം അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 ഫാമിലി അടിച്ച് പൊളിച്ച് പോയി വന്നു.